നെക്സ്റ്റ് ഡേയിലത്തെ ക്യാൻറ്റൺ ഫെയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാൻറ്റൺ ടവർ കാണാമെന്ന് വിചാരിച്ചു. നേരെ ക്യാൻറ്റൺ ടവർ കാണാൻ പോയി. ഒരു ഈവനിങ്ങിലാണ് എത്തിയത്, ഒരു 6 മണി സമയത്താണ് എത്തിയത്. നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പേൾ നദീ തീരത്ത് ക്യാൻറ്റൺ ടവർ കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഡിഫറെൻറ്റ് ഫീൽ കിട്ടും. ക്യാൻറ്റൺ ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെ ട്രാം, അതിൻ്റെ അപ്പുറത്ത് പേൾ നദി, അതിൻ്റെ അപ്പുറത്ത് വലിയ ഗ്വാൻസോ നഗരം, അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് വളരെയധികം ഒരു പുതുമ തോന്നി. അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു വൈബാണ് ഫീൽ ചെയ്യണത്. ദൂരെ നിന്ന് കാണാനും ക്യാൻറ്റൺ ടവർ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ നോക്കി നിന്നു കൂട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ വലിയൊരു പാലുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ കണ്ടില്ലേ, ട്രാം തിരിക്കുന്നതാണ്. ട്രാമിൻ്റെ എൻഡ് സ്റ്റോപ്പാണത്. പിന്നെ ഇവിടെ വന്നിട്ട് ട്രാം ഇവിടുന്ന് നേരെ തിരിച്ചു പോകും. ആൾക്കാർ ഫുള്ള് ചില്ല് ചെയ്ത് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഏരിയ ആണ്. മൊത്തത്തിൽ വേറൊരു ഫീലാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ചൈനയിൽ പോകുമ്പോൾ ഗോൺസോക്ക് ക്യാൻറ്റൺ ഫെയറിനൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഒരു ഹാപ്പനിങ് സ്ട്രീറ്റ് ആയിട്ടുള്ള ബെയ്ജിങ് ലൂവിൽ പോകാമെന്ന് വെച്ചു. അവിടെ നൈറ്റ് ലൈഫ് കിടിലനാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ മെട്രോ എടുത്ത് ബെയ്ജിങ് ലൂ പോയി. ഞങ്ങൾ എത്തിയപ്പോൾ ഇത്തിരി വൈകിപ്പോയി, ഒരു 10 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു ഇത് ഒതുങ്ങി, കാരണം അവർ ഒക്കെ നേരത്തെ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. 11 മണി കഴിയുമ്പോഴാണെന്നൊക്കെ മെട്രോ തന്നെ അവിടെ സ്റ്റോപ്പാണ്. കാരണം ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും. അത് വിചാരിച്ച് നൈറ്റ് ലൈഫ് ഇല്ല എന്നല്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്